PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. 10ാം ക്ലാസ്സിലെ തന്നെ 2ാമത്തെ ചാപ്റ്ററാണ് ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന. ഓക്കെ, 2ാം ലോക മഹായുദ്ധത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറഞ്ഞു വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ അത് വരുന്ന ഒരു ഭാഗമാണ് ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം തന്നെ നമുക്ക് ആഫ്രിക്കയുടെ ഒരു ഭൂപടമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആഫ്രിക്കൻ വൻകരയുടെ ഭൂപടമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകളുടെ പ്രത്യേകതകൾ എന്താണ്? അവയെല്ലാം ഏകദേശം നേർരേഖയിലാണ്. ഓക്കെ, ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകൾ എങ്ങനെയാണ്? ഏകദേശം നേർരേഖയിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രങ്ങൾ നേർരേഖയിലാവാനായിട്ട് കാരണം? അതായത് വിഭവങ്ങൾ തേടി ആഫ്രിക്കയിലെത്തിയ യൂറോപ്യർ 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആഫ്രിക്കയെ പങ്കിട്ടെടുത്തു. ഓക്കെ, വിഭവങ്ങൾ തേടി ആഫ്രിക്കയിലെത്തിയ യൂറോപ്യർ എന്ത് ചെയ്തു? 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആഫ്രിക്കയെ പങ്കിട്ടെടുത്തു. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭൂപടത്തിൽ അതിർത്തികൾ വരച്ച് ആഫ്രിക്കയെ വീതം വയ്ക്കുകയായിരുന്നു ചെയ്തത്. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എന്തിനാണ് ആഫ്രിക്കയെ വീതം വെച്ചത്? എന്തിനാണ്? വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു ആഫ്രിക്കയെ വീതം വയ്ക്കുക എന്നുള്ളത്. ഓക്കെ, ആഫ്രിക്കയെ വീതം വെച്ചത് എന്തിനാണ്? വിഭവങ്ങൾ ചൂഷണം ചെയ്യാനാണ്. ഇത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇതുപോലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, മുതലാളിത്തത്തിൽ നിന്നും സാമ്രാജ്യത്വത്തിലേക്ക്. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ്. നമ്മൾ ഇംഗ്ലണ്ടിലെ വിപ്ലവമൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ക്ലാസ് റൂം സെഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇംഗ്ലണ്ടിലെ വിപ്ലവം പഠിക്കാനായിട്ടില്ല, അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതൊരു കഥ പോലെ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. നോട്ട്സ് നമ്മൾ തന്നിട്ടുണ്ട്, അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ഇത് ക്രമേണ ഇംഗ്ലണ്ടിൽ നിന്ന് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തി മുതലാളിമാർ ഉൽപാദനം കൂട്ടി. ഇത് അവരുടെ ലാഭത്തിൽ വർധനവുണ്ടാക്കി. ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ മുതലാളിത്തം എന്ന് അറിയപ്പെട്ടു. അപ്പോൾ എന്താണ് മുതലാളിത്തം എന്ന് പറയുന്നത്? ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. നമ്മൾ സമ്പദ് വ്യവസ്ഥ +1 എക്കണോമിക്സ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ക്ലാസ് കണ്ടവർക്ക് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസവും മിശ്ര സമ്പദ് വ്യവസ്ഥയും ഒക്കെ അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയാണ് എന്ത്? മുതലാളിത്തം എന്നറിയപ്പെടുന്നത്. വൻകിട വ്യവസായങ്ങളുടെ വരവ്
മൂലധന നിക്ഷേപത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഓക്കെ, വൻകിട വ്യവസായങ്ങളുടെ വരവ് മൂലധന നിക്ഷേപത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഓക്കെ, ഓരോ രാജ്യത്തിൻ്റെയും ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിച്ചിരുന്നു. അവ വിറ്റഴിക്കുന്നതിന് ആഭ്യന്തര കമ്പോളം മാത്രം മതിയാകുമായിരുന്നില്ല. അവരവരുടെ രാജ്യത്തിന് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആഭ്യന്തര കമ്പോളത്തിൽ മാത്രം അത് വിറ്റഴിക്കാനായിട്ട് സാധിച്ചില്ല. ഓക്കെ, ഇത് യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് കാരണമായി. ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി. ഈ രാജ്യങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായി മാറി. ഈ പ്രക്രിയയാണ് കോളനിവൽക്കരണം എന്നറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, യൂറോപ്യന്മാര് കോളനികളായിട്ട് കയ്യേറിയത്. അപ്പം അതാണ് കോളനിവൽക്കരണം എന്ന് അറിയപ്പെട്ടിരുന്നത്. മുതലാളിത്തത്തിന്റെ ചൂഷണത്തിനെതിരായ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. തൊഴിലാളി സംഘടനകളുടെ നിരന്തര സമരങ്ങളും അതിലൂടെ തൊഴിലാളികൾ നേടിയ വേതന വർധനവ് മുതലാളിമാരുടെ ലാഭത്തിൽ കുറവുണ്ടാക്കി. അപ്പോൾ മുതലാളിത്തം ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തിനെതിരായിട്ട് എന്ത് ചെയ്തു? തൊഴിലാളികൾ സംഘടിച്ച് പ്രസ്ഥാനങ്ങൾ രൂപം കൊടുത്തു. ഇങ്ങനെ തൊഴിലാളി സംഘടനകളുടെ നിരന്തരമായിട്ടുള്ള സമരത്തിൻ്റെ ഫലമായിട്ട് വേതന വർധനവുണ്ടാക്കി. അപ്പോൾ അവരുടെ വേതനം വർദ്ധിക്കുമ്പോൾ മുതലാളിമാരുടെ ലാഭത്തിൽ എന്ത് സംഭവിക്കും? കുറവുണ്ടാകും. യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളവുമായാണ് കണ്ടിരുന്നത്. അല്ലെ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? കോളനികൾ ഉണ്ടാക്കുമ്പോൾ ആ കോളനികളെ അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനുള്ള കേന്ദ്രമാക്കി മാറ്റുക. അതുപോലെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് അവരവിടെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വിറ്റഴിക്കുവാനുള്ള കമ്പോളമായിട്ട് മാറ്റുക, ഈ കോളനികളെ മാറ്റുക എന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വിചാരിച്ചിരുന്നത്. പിൽക്കാലത്ത് കൊളോണിയൽ മേധാവികൾ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തി. ഓക്കെ, കൊളോണിയൽ മേധാവികൾ എന്ത് ചെയ്തു? കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തി. അതിന് മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? കോളനികളിൽ മൂലധന നിക്ഷേപം നടത്താനുള്ള മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചിലവ്. ഇതൊക്കെയാണ് മൂലധന നിക്ഷേപം ചെയ്യാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. എന്തൊക്കെയാണ്? തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള കുറഞ്ഞ ചിലവ്. ഇങ്ങനെ കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു. അപ്പം എന്താണ് സാമ്രാജ്യത്വം? കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടമാണ് സാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം സാമ്രാജ്യത്വത്തിൻ്റെ സവിശേഷതയാണ്. സാമ്രാജ്യത്വത്തിൻ്റെ സവിശേഷത എന്താണ്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യമാണ് സാമ്രാജ്യത്വത്തിൻ്റെ സവിശേഷത. നിയമവ്യവസ്ഥ, ഭരണ സംവിധാനം, സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കോളനികളിൽ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ചൂഷണ നയങ്ങൾ നടപ്പാക്കിയത്. ഓക്കെ, നിയമവ്യവസ്ഥ, ഭരണ സംവിധാനം, സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കോളനികളിൽ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ചൂഷണങ്ങൾ നടപ്പിലാക്കുന്നത്. ഓക്കെ, ഇനി സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത് എന്നുള്ളത് നമുക്ക് പഠിക്കണം. സാമ്രാജ്യത്വം എങ്ങനെയാണ് കോളനി രാജ്യങ്ങളെ ബാധിച്ചത്? ഒന്ന്, കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. ഓക്കെ, പരമ്പരാഗതമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ തകർന്നു. ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു. തദ്ദേശീയമായ കലാ, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെട്ടു.
ഓക്കെ, അപ്പോൾ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് കോളനി രാജ്യങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർത്തു, ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു, പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു, പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു, തദ്ദേശീയമായ കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെട്ടു. അപ്പോൾ കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. ഓക്കെ, അപ്പം ഇങ്ങനെ കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒന്നാം ലോക യുദ്ധമാണ് പഠിക്കാനുള്ളത്. നോക്കുക, സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലോട്ട് കൊണ്ടെത്തിച്ചു. ഇതിന് വഴിതെളിച്ച ഘടകങ്ങളാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. നമ്മൾ പറഞ്ഞല്ലേ, യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവരെ തമ്മിലുള്ള ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തത്. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ശത്രുക്കളും മിത്രങ്ങളും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായപ്പോൾ രണ്ട് സൈനിക സഖ്യങ്ങൾക്ക് രൂപം കൊടുത്തു. ഏതൊക്കെയാണ്? ത്രികക്ഷി സഖ്യം, ട്രിപ്പിൾ അലയൻസ്, ആൻഡ് ത്രികക്ഷി സൗഹാർദ്ദം, ട്രിപ്പിൾ എൻഡെൻഡ്. ഓക്കെ, ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും എന്ന പേരിൽ രണ്ട് സൈനിക സഖ്യങ്ങൾക്ക് രൂപം നൽകി. അപ്പോൾ അതിൽ ത്രികക്ഷി സഖ്യത്തിൽ വരുന്നത് ആരൊക്കെയാണ്? ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുന്നത് ആരൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ത്രികക്ഷി സഖ്യത്തിൽ വരുന്ന ആരൊക്കെയാണ്? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ഓക്കെ, ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി തുടങ്ങിയ രാഷ്ട്രങ്ങൾ ചേരുന്നതാണ് ത്രികക്ഷി സഖ്യം. ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും കൂടെ ചേരുന്നതാണ് ത്രികക്ഷി സൗഹാർദ്ദം. ഓക്കെ, അപ്പോൾ ഇത്തരം സഖ്യങ്ങളുടെ രൂപീകരണം യൂറോപ്പിൽ ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചു. അവർ വിനാശകാരികളായ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും വാങ്ങിക്കൂട്ടുകയും ചെയ്തു. സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിനും യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. ഓക്കെ, സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിലൊന്നാണ് തീവ്രദേശീയത. ഓക്കെ, അപ്പോൾ സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ച ഒരു മാർഗമാണ് തീവ്രദേശീയത. മറ്റ് രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇതാണ് എന്ത്? തീവ്രദേശീയത എന്നറിയപ്പെടുന്നത്. മറ്റു രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചത്. ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? തീവ്രദേശീയത എന്ന് അറിയപ്പെടുന്നത്. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ തീവ്രദേശീയതയുടെ പ്രത്യേകത എന്താണ്? സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുക. ഇതായിരുന്നു തീവ്രദേശീയതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം എന്നിവ. ഓക്കെ, തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം എന്നിവ. അപ്പോൾ ഇവിടെ നോക്കുക, പാൻസ്ലാവ പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻ സ്ലാവ പ്രസ്ഥാനം. ഓക്കെ, അപ്പോൾ കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ എന്ത് ചെയ്യാൻ? തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാനായിട്ട് ആരാഗ്രഹിച്ചു? റഷ്യ ആഗ്രഹിച്ചു. അതിനായിട്ട് റഷ്യൻ സഹായത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് പാൻ ജർമ്മൻ പ്രസ്ഥാനം. എന്താണ്?
മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായിട്ട് ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ഓക്കെ, മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായിട്ട് ജർമ്മനി കണ്ടെത്തിയ മാർഗം എന്താണ്? ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക. സ്ലാവ് വംശജരെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ സഹായത്തോട് കൊണ്ടുവന്നതാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കാനായിട്ട് ജർമ്മനിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. അടുത്തത് പ്രതികാര പ്രസ്ഥാനം. പ്രതികാര പ്രസ്ഥാനം എന്താണ്? 1871 ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്ന് അൽസൈസ്, ലോറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായിട്ട് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഈ പ്രതികാര പ്രസ്ഥാനം. ഓക്കെ, ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ 1871 ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്ന് അൽസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ജർമ്മനിയുടെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്, റിവെഞ്ച് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 പ്രസ്ഥാനങ്ങൾ തീവ്രദേശീയതയുടെ ഭാഗമായിട്ട് അതിൽ അധിഷ്ഠിതമായിട്ട് വന്ന 3 പ്രസ്ഥാനങ്ങൾ പഠിച്ചു. സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു. അവയിൽ പ്രധാനപ്പെട്ടതാണ് മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൺ പ്രതിസന്ധി. ഓക്കെ, സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ നടന്നപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ചില പ്രതിസന്ധികളിലായി. അതിൽ 2 പ്രതിസന്ധികൾ നമുക്ക് പഠിക്കാനുണ്ട്, സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികൾ. ഏതൊക്കെയാണ്? മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൺ പ്രതിസന്ധിയും. അപ്പോൾ മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധിയെക്കുറിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ എന്താണ്? ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി എന്ത് ചെയ്തില്ല? ഇത് അംഗീകരിച്ചില്ല. മൊറോക്കൻ തുറമുഖമായിട്ടുള്ള അഗഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടരുന്നു. ഇതാണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായോ? 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ആരംഗീകരിച്ചു? ബ്രിട്ടൻ അംഗീകരിച്ചു. മൊറോക്കോയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി, മൊറോക്കോ കൈവശപ്പെടുത്താൻ ആരാഗ്രഹിച്ചിരുന്നു? ജർമ്മനി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചെങ്കിലും ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. കാരണം എന്താണ്? ജർമ്മനിക്ക് ഫ്രാൻസിന്റെ മേലെ ഒരു കണ്ണുണ്ട്, അല്ലെ? അതായത് മൊറോക്കോ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് മൊറോക്കോയുടെ മേലെ ജർമ്മനിക്ക് ഒരു കണ്ണുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിച്ചില്ല. ബ്രിട്ടൻ അംഗീകരിച്ചെങ്കിലും ജർമ്മനി അംഗീകരിച്ചില്ല. അപ്പോൾ മൊറോക്കൻ തുറമുഖമായിട്ടുള്ള അഗഡീറിലേക്ക് എന്ത് സംഭവിച്ചു? ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായിട്ടുള്ള ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകിക്കൊണ്ട് ഫ്രാൻസ് എന്ത് ചെയ്തു? ഈ പ്രശ്നം പരിഹരിച്ചു. ഓക്കെ, മൊറോക്കോയിൽ കണ്ണുവച്ച ജർമ്മനിക്ക് ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ നൽകിക്കൊണ്ട് ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബാൾക്കൺ പ്രതിസന്ധി എന്താണ്? ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് ബാൾക്കൺ മേഖല. ബാൾക്കൺ മേഖല എവിടെയാണ്? ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായിട്ടാണ് ബാൾക്കൺ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? ഇത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിരുന്നു ഈ ബാൾക്കൺ മേഖല. 1912 ബാൾക്കൺ സഖ്യം, 1912 ബാൾക്കൺ സഖ്യം സെർബിയ, ഗ്രീസ്, മോണ്ടിനെഗ്രോ, ബൾഗേറിയ, അതാണ് ബാൾക്കൺ സഖ്യം. ഓക്കെ, ബാൾക്കൺ സഖ്യത്തിൽ വരുന്ന ആരൊക്കെയാണ്? സെർബിയ, ഗ്രീസ്, മോണ്ടിനെഗ്രോ, ബൾഗേറിയ.
അപ്പോൾ ഈ ബാൾക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി. എപ്പോഴാണ്? 1912 കേട്ടോ. 1912 ബാൾക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി. എന്നാൽ യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇത് ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. ഇതാണ് ബാൾക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായിട്ടാണ് ബാൾക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇത് ആരുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു? ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ബാൾക്കൻ മേഖല. 1912 ബാൾക്കൻ സഖ്യം ആരെ പരാജയപ്പെടുത്തുന്നത്? തുർക്കിയെ പരാജയപ്പെടുത്തുന്നത്. എന്നാൽ ഈ യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഓക്കെ, തുർക്കിയെ പരാജയപ്പെടുത്തി. പക്ഷെ ഇവരുടെ വിജയത്തിന്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ ആളുകൾ തന്നെ, അതായത് സെർബിയയും ഗ്രീസും മോണ്ടിനിഗ്രോ ബൾഗേറിയ തുടങ്ങിയ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ തന്നെ പരസ്പരം അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇത് ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. ഇതാണ് ബാൾക്കൻ പ്രതിസന്ധി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യമുറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടുകൂടി സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോടുകൂടി ഓസ്ട്രിയയും ശ്രമിച്ചു. ഓക്കെ, ഈ ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യമുറപ്പിക്കാനായിട്ട് റഷ്യയുടെ സഹായത്തോടുകൂടി സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോട് കൂടിയിട്ട് ഓസ്ട്രിയയും ശ്രമിച്ചു. ഈ സമയത്താണ് 1914 ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായിട്ടുള്ള സാരയാവോയിൽ വെച്ച് സെർബിയൻ യുവാവായിട്ടുള്ള ഗാവിലോ പ്രിൻസപ്പ് വെടിവെച്ച് കൊല്ലുന്നത്. ഓക്കെ, അപ്പോൾ ബാൾക്കൻ പ്രതിസന്ധി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാനായിട്ട് ആരൊക്കെ ശ്രമിച്ചു? റഷ്യയുടെ സഹായത്തോടുകൂടി സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോടുകൂടി ഓസ്ട്രിയയും ശ്രമിച്ചു. ഈ സമയത്ത് 1914 ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായിട്ടുള്ള സാരയാവോയിൽ വെച്ച് സെർബിയൻ യുവാവായിട്ടുള്ള, അപ്പൊ സെർബിയയും ഓസ്ട്രിയയും പരസ്പരം ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആരാണ്? ഫ്രാൻസിസ് ഫെർഡിനൻഡ്, ഓസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായിട്ടുള്ള സാരയാവോയിൽ വെച്ച് സെർബിയൻ യുവാവായിട്ടുള്ള ഗാവിലോ പ്രിൻസപ്പ് എന്ത് ചെയ്തു? വെടിവെച്ചു കൊന്നു. സെർബിയയാണ് ഇതിന് ഉത്തരവാദി എന്ന് പ്രഖ്യാപിച്ച ഓസ്ട്രിയ സെർബിയയ്ക്കു മേൽ 1914 ജൂലൈ 28 യുദ്ധം പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പോൾ ബാൾക്കൺ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചവരാണ് ആരൊക്കെ? സെർബിയയും ഓസ്ട്രിയയും. ഓക്കെ, അപ്പോൾ ഈ സെർബിയയും ഓസ്ട്രിയയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ആര് വെടിവെച്ചു കൊന്നു? സെർബിയൻ യുവാവായിട്ടുള്ള ഗാവിലോ പ്രിൻസപ്പ് എവിടെ വെച്ചിട്ട്? ബോസ്നിയൻ തലസ്ഥാനമായിട്ടുള്ള സാരയാവോയിൽ വെച്ച് വെടിവെച്ചു കൊന്നു. അപ്പോൾ ഇതിന് ഉത്തരവാദിത്തം ആർക്കാണ്? സെർബിയയ്ക്കാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓസ്ട്രിയ എന്ത് ചെയ്യാണ്? സെർബിയയ്ക്ക് മേൽ 1914 ജൂലൈ 28 യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് ഓരോ സഖ്യരാഷ്ട്രവും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. ഓക്കെ, തുടർന്ന് ഓരോ സഖ്യരാഷ്ട്രങ്ങളും അവരവരുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. ലോകത്തെ ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഇതിൽ പങ്കാളികളായി. അതിനാൽ ഈ യുദ്ധം ഒന്നാം ലോകയുദ്ധം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ലോകത്തെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങളും മുന്നോട്ട് വന്നു, നേരിട്ടോ അല്ലാതെയോ എല്ലാം ഇതിൽ പങ്കാളികളായതുകൊണ്ടാണ് ഇതിനെ ഒന്നാം ലോകയുദ്ധം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒന്നാം ലോകയുദ്ധം ഉണ്ടാവുന്നത്. അപ്പോൾ ബാൾക്കൻ പ്രദേശത്തുള്ള ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സെർബിയയും ഓസ്ട്രിയയും ശ്രമിക്കുകയും ഓസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ സെർബിയൻ യുവാവായിട്ടുള്ള ഗാവിലോ പ്രിൻസപ്പ് വെടിവെച്ച് കൊന്നതാണ് എന്തിന് തുടക്കമായത്? ഒന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമായത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തു വെക്കാം. ഇനി യുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാം ലോക മഹായുദ്ധം 1918 അവസാനിക്കുന്നത് അല്ലെ. 1914 മുതൽ 1918 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. 1918 യുദ്ധം അവസാനിച്ചു. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു.
യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു, ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് സർവരാഷ്ട്ര സഖ്യം, അതായത് ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന രൂപം കൊണ്ടു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ത്, സർവരാഷ്ട്ര സഖ്യം, ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫലങ്ങൾ, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ പഠിച്ചു വെക്കുക. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന സംഘടന ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് രൂപം കൊണ്ടു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇനി യുദ്ധം സെല്ലുലോയിഡിൽ എന്താണ്, ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഴാങ് റെനോയുടെ ഗ്രാൻഡ് ഇല്യൂഷൻ. ഴാങ് റെനോയുടെ ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ്. യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളിൽ ഒന്നാണിത്. ഗ്രാൻഡ് ഇല്യൂഷന്റെ പ്രിന്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവ കണ്ടെടുക്കപ്പെടുകയും ലെവിസ് മൈൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്, സ്റ്റാൻലി കുബ്രിക്കിന്റെ പാത്ത് ഓഫ് ഗ്ലോറി എന്നീ ചലച്ചിത്രങ്ങളും ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ദൃശ്യാവിഷ്കാരങ്ങളാണ്. അപ്പോൾ ആ ചിത്രങ്ങളുടെ പേരുകളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. ഇനി സമാധാന ശ്രമങ്ങൾ. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള സഖ്യം 1919, അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടനും ഫ്രാൻസും അവരുടെ നേതൃത്വത്തിലുള്ള സഖ്യം 1919 പാരീസിൽ നടന്ന സമാധാന സമ്മേളനത്തിൽ വച്ച് യുദ്ധാനന്തര ലോകത്തിന്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തു. പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായി അവരെ വെവ്വേറെ സന്ധികളിൽ ഒപ്പിട്ടു. അതിൽ പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയുമായി 1919 ഒപ്പുവെച്ച വേഴ്സായി സന്ധി. ഓക്കെ, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ജർമ്മനിയുമായിട്ട് 1919 ഒപ്പുവെച്ച സന്ധിയാണ് വേഴ്സായി സന്ധി. അതുപ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ വീതിച്ചെടുത്തു? സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. യുദ്ധനഷ്ടപരിഹാരമായി വൻ തുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി. എല്ലാറ്റിനുമുപരി യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഇനി അതിനുശേഷം ഉണ്ടായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. നോക്കുക, സാമ്പത്തിക മാന്ദ്യം. ഒന്നാം ലോക യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക. ഒന്നാം ലോക യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യം ഏതാണ്? അമേരിക്ക. യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ വായ്പകൾ സംഘടിച്ചു. ഓക്കെ, അപ്പോൾ യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? യുദ്ധത്തിൽ അതിൻ്റെ കെടുതിയൊന്നും അനുഭവിക്കാത്ത രാജ്യമായിരുന്ന അമേരിക്കയിൽ നിന്നും വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു. അതോടെ ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായിട്ട് മാറി. ഓക്കെ, ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനം എന്തായിട്ട് മാറി? അമേരിക്കയിൽ നിന്ന് വായ്പകൾ സ്വീകരിച്ച് അമേരിക്കൻ ഡോളറായിട്ട് മാറി. യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായിട്ട് ആരുയർന്നു വന്നു? അമേരിക്ക ഉയർന്നു വന്നു. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം ദീർഘകാലം നീണ്ടു നിന്നില്ല. 1929 ലോകത്താകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ചത് അമേരിക്കയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന്, യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. ബാങ്കുകൾ തകർന്നു. പണപ്പെരുപ്പം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത്. ഓക്കെ, യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. ബാങ്കുകൾ തകർന്നു. പണപ്പെരുപ്പം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി.
ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. ഓക്കെ, അപ്പൊ സാമ്പത്തിക മാന്ദ്യം ഇല്ലാതാക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ എന്താണ് കണ്ടുപിടിച്ചത്? കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരവും കോളനികളുടെ ജനങ്ങളുടെ ചുമതലയായി. അല്ലെ, ഇവരെ എന്താണ് സാമ്പത്തിക മാന്ദ്യം ഇല്ലാതാക്കാനായിട്ട് ആളുകളിൽ നിന്നും നികുതി പിരിക്കാനായിട്ട് തീരുമാനിച്ചു. ഇവിടെ നോക്കുക, കറുത്ത വ്യാഴാഴ്ച എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായിരുന്ന തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, 1929 ഒക്ടോബർ 24 എവിടെ? ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നത്. അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു. നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനാവുന്നുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത്. നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമായി. ധാരാളം പേർ ആത്മഹത്യ ചെയ്തു. ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു. വ്യവസായശാലകളിൽ ഉൽപാദനം കുറഞ്ഞു, തൊഴിലില്ലായ്മ രൂക്ഷമായി, ലോക വാണിജ്യം തന്നെ തകരാറിലായി. ഇപ്പൊ സാമ്പത്തിക മാന്ദ്യം ബാധിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സാമ്പത്തിക മാന്ദ്യം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ജനങ്ങളുടെ മേൽ നിന്നും നികുതി പിരിച്ചു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, അല്ലെ? ഇനി ഫാസിസവും നാസിസവുമാണ് പറയുന്നത്. ഓക്കെ, നോക്കുക, ആദ്യം തന്നെ ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്നവരോട് നിരാശപ്പെടരുതെന്ന് ഞാൻ പറയുന്നു. മനുഷ്യന്റെ അത്യാർത്തിയാണ് മനുഷ്യന്റെ ദുരന്തമായി പരിണമിച്ചത്. മനുഷ്യവിദ്വേഷം ഇല്ലാതാവുകയും ഏകാധിപതികൾ മരണപ്പെടുകയും ചെയ്യും. ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത അധികാരം അവർ മരണമടയുന്നതോടെ ജനങ്ങൾ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കില്ല. അപ്പോൾ ചാർലി ചാപ്ലിൻ്റെ ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാം ലോക യുദ്ധാനന്തരം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ചുള്ള ചാർലി ചാപ്ലിൻ്റെ നിരീക്ഷണമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരം ഭരണകൂടങ്ങൾ രൂപപ്പെടാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ രൂപപ്പെടാനുള്ള സാഹചര്യമാണ് പറയുന്നത്. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ പരിതാപകരമായിരുന്നു. നമ്മൾ പറഞ്ഞല്ലേ, പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് എന്ത് ചെയ്തു? അധികാരം നഷ്ടപ്പെട്ടു. ജനങ്ങൾ തൊഴിൽ രഹിതരായി. നാണയപ്പെരുപ്പം സാമ്പത്തിക മേഖലയെ ബാധിച്ചു. ഈ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളായിരുന്നു. ഒന്ന് ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും. ഓക്കെ, അപ്പോൾ ഈ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളാണ്. ഒന്ന് ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും. സാമ്പത്തിക തകർച്ച, യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, ലക്ഷ്യബോധമില്ലായ്മ തുടങ്ങിയ ഘടകങ്ങൾ ഇവയ്ക്ക് അനുകൂല സാഹചര്യമൊരുക്കി. ഫാസിസത്തിന്റെ ചില സവിശേഷതകൾ നോക്കാം എന്നാണ് പറയുന്നത്. അതിനു മുന്നേ ഫാസിസം എന്ന് പറയുന്ന വാക്കുണ്ടായത് നോക്കാം. ലാറ്റിൻ പദമായിട്ടുള്ള ഫാസിസ് എന്ന വാക്കിൽ നിന്നാണ് ഫാസിസം എന്ന് പറയുന്ന വാക്ക് രൂപം കൊള്ളുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. ഫാസിസത്തിന്റെ അർത്ഥം എന്താണ്? ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. പുരാതന റോമിലെ അധികാരത്തിന്റെ ചിഹ്നമായിരുന്നു ഇത്. അപ്പൊ അതാണ് ഫാസിസം എന്ന് പറയുന്നത്. അപ്പൊ ഫാസിസത്തിന്റെ സവിശേഷതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഫാസിസത്തിന്റെ സവിശേഷതകൾ? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ജനാധിപത്യത്തോടുള്ള വിരോധം. ഒന്നാമത്തെ സവിശേഷത എന്താണ് ഫാസിസത്തിന്റെ? ജനാധിപത്യത്തോടുള്ള വിരോധം. 2, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ. 3, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ. 4, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ. സൈനിക സ്വേച്ഛാധിപത്യം. സോഷ്യലിസത്തോടുള്ള എതിർപ്പ്. വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ. തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ. കലാ, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയ പ്രചാരണം. രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. ഇതെല്ലാമാണ് ഫാസിസത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത. എന്തൊക്കെയാണ്? ജനാധിപത്യത്തോടുള്ള വിരോധം, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, സൈനിക സ്വേച്ഛാധിപത്യം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ, തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ, കലാ, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചാരണം, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ തുടങ്ങിയവയാണ്
ഫാസിസത്തിൻ്റെ സവിശേഷത. ഇനി മുസോളിനിയും ഫാസിസവും നോക്കുക. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. പുരുഷന് യുദ്ധം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ആരുടെ വാക്കുകളാണ്? മുസോളിനിയുടെ വാക്കുകളാണ്. ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ബനിറ്റോ മുസോളിനിയുടെ വാക്കുകളാണിത്. ഓക്കെ, അപ്പം മുസോളിനി ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മുസോളിനിയാണ്. ബനിറ്റോ മുസോളിനിയാണ് ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്തത്. ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലെത്തിയതിനിടയായ സാഹചര്യം, എങ്ങനെയാണ് ഇറ്റലിയിൽ ഫാസിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുന്നത്, അതാണ് നോക്കാൻ പോകുന്നത്. നോക്കുക, ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. അല്ലെ, ഒന്നാം ലോക യുദ്ധത്തിൽ ജയിച്ചവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഇറ്റലിയുണ്ട്. എങ്കിലും അതിന് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ. യുദ്ധം കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വ്യവസായങ്ങളൊക്കെ തകർന്നു, തൊഴിലില്ലായ്മ രൂക്ഷമായി, നികുതി വർദ്ധിപ്പിച്ചു. അല്ലെ, സാമ്പത്തിക മാന്ദ്യം ഇല്ലാണ്ടാക്കാനായിട്ട് നികുതി വർദ്ധിപ്പിച്ചു, പണപ്പെരുപ്പം ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്? ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്നും അകറ്റി രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാസിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഫാസിസം ഇറ്റലിയിൽ വരുന്നത്. ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപത്യപരമായ നടപടികൾ കൈക്കൊണ്ടു. അക്രമത്തിന്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാസിസ്റ്റുകൾ സ്വീകരിച്ചത്. അക്രമത്തിന്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാസിസ്റ്റുകൾ സ്വീകരിച്ചത്. സോഷ്യലിസ്റ്റുകൾ, തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രത്തിന്റെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചു. സോഷ്യലിസ്റ്റുകളെയും തൊഴിലാളി കർഷക നേതാക്കളെയും എന്ത് ചെയ്തു? അവർ രാഷ്ട്രത്തിന്റെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചു. ഫാസിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഫാസിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ എന്ത് ചെയ്തു? വധശിക്ഷയ്ക്ക് വിധേയരാക്കി. പ്രാചീന റോമാ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. ഓക്കെ, പ്രാചീന റോമാ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു ലക്ഷ്യം. അതിന്റെ ഭാഗമായി പ്രാചീന റോമൻ ഭരണത്തിന്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിച്ചു. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് കരിങ്കുപ്പായക്കാർ എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തി. ഓക്കെ, ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ. ആക്രമണോത്സുകമായിട്ടുള്ള വിദേശ നയം സ്വീകരിച്ച മുസോളിനി എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ചു. എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ചു. ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം ലോകരാജ്യങ്ങളെ മറ്റൊരു ലോകയുദ്ധത്തിലോട്ട് നയിച്ചു. ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹമാണ് ലോകരാജ്യങ്ങളെ മറ്റൊരു ലോകയുദ്ധത്തിലോട്ട് നയിച്ചത്. ഓക്കെ, ഇവിടെ വിജയിച്ച ഇറ്റലി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചപ്പോൾ ത്രികക്ഷി സഖ്യത്തിലായിരുന്ന ഇറ്റലി യുദ്ധം തുടരവേ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പക്ഷത്തേക്ക് കൂറുമാറി. അങ്ങനെ യുദ്ധം അവസാനിക്കുമ്പോൾ ഇറ്റലി വിജയിച്ചവരുടെ പക്ഷത്തായി. അപ്പോൾ ഒന്നാം ലോക യുദ്ധം ആരംഭിക്കുമ്പോൾ ആരുടെ കൂടെയായിരുന്നു ഇറ്റലി? ത്രികക്ഷി സഖ്യത്തിലായിരുന്നു. പക്ഷേ യുദ്ധം തുടരെ തുടരെ ആരുടെ അടുത്തേക്ക് പോയി? ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ത്രികക്ഷി സൗഹാർദ്ദത്തിന്റെ ടീമിലോട്ട് മെല്ലെ മെല്ലെ ഇറ്റലി പോയി. അങ്ങനെ യുദ്ധം അവസാനിക്കുമ്പോൾ ഇറ്റലി ആരുടെ കൂട്ടത്തിലായി? ഇറ്റലി വിജയിച്ചവരുടെ പക്ഷത്തായി. അതിനുശേഷം അവിടെ കാര്യങ്ങളായിട്ടും മാറ്റങ്ങളൊന്നും വരാതിരുന്നത് കൊണ്ടാണ് ഇറ്റലി ഫാസിസം എന്ന് പറയുന്ന ഒരു നയം കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി അടുത്തത് മെറ്റിയോറ്റി. മെറ്റിയോറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു മെറ്റിയോറ്റി. ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു മെറ്റിയോറ്റി. ഫാസിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണക്കാരന് അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തു. സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാസിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ച മെറ്റിയോറ്റിയെ ഫാസിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ചു. അപ്പോൾ ഫാസിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ച ആളാണ് മെറ്റിയോറ്റി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം എന്ത് ചെയ്തു? ലോകരാജ്യങ്ങളെ മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് മുസോളിനിയും ഫാസിസവും. ഇനി അടുത്തത് ഹിറ്റ്ലറും നാസിസവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കുക, ഹിറ്റ്ലറും നാസിസവുമാണ്. ആദ്യം തന്നെ ജർമ്മൻ പുരോഹിതനായിട്ടുള്ള പാസ്റ്റർ മാർട്ടിൻ നിമോയിലറിന്റെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കുക, അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് അപ്പോൾ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻകാരെ തിരക്കിയായിരുന്നു.
ഒരു ട്രേഡ് യൂണിയൻകാരനല്ലാത്തതിനാൽ ഞാൻ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ജൂതരെ തേടിയായിരുന്നു. ഒരു ജൂതനല്ലാത്തതിനാൽ ഞാൻ അപ്പോഴും പ്രതിഷേധിച്ചില്ല. ഒടുവിൽ അവർ വന്നത് എന്നെ തേടിയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ മറ്റാരും ബാക്കിയുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോഴേക്കും സോഷ്യലിസ്റ്റുകാരും ട്രേഡ് യൂണിയൻകാരും ജൂതരും ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ എല്ലാം കൊലപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുക. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് നാസിസം എന്ന് പറയുന്നത്? ഫാസിസത്തിൻ്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം. ഫാസിസത്തിൻ്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം എന്ന് പറയുന്നത്. നാസി പാർട്ടിയുടെ നേതാവായ അഡോൾഫ് ഹിറ്റ്ലറെ, ഇപ്പം നാസി പാർട്ടിയുടെ നേതാവ് ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ ആണ് അല്ലെ. ഫാസിസത്തിന്റെ നേതാവ് ആരായിരുന്നു? മുസോളിനി ആയിരുന്നു. നാസി പാർട്ടിയുടെ നേതാവാണ് അഡോൾഫ് ഹിറ്റ്ലർ. അപ്പൊ നാസി പാർട്ടിയുടെ നേതാവായ അഡോൾഫ് ഹിറ്റ്ലറെ ജർമ്മനിയിൽ അധികാരത്തിലേറാൻ സഹായിച്ച ചില ഘടകങ്ങൾ, ഓക്കെ, നാസി പാർട്ടിയുടെ നേതാവായിട്ട് അധികാരത്തിലേറാൻ സഹായിച്ച ഘടകങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വെഴ്സായി സന്ധി. വെഴ്സായി സന്ധി എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വെഴ്സായി സന്ധി ഒരു കാരണമാണ്. പിന്നെ സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും ഉണ്ടായി. ജർമ്മൻ ഭരണകൂടത്തിന്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും. ഓക്കെ, ജർമ്മൻ ഭരണകൂടത്തിന്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും ഈ കാരണങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഘടകങ്ങളൊക്കെയാണ് നാസി പാർട്ടിയുടെ നേതാവായിട്ട് ആരെ? അഡോൾഫ് ഹിറ്റ്ലറെ അധികാരത്തിൽ കയറാനായിട്ട് സഹായിച്ചത്. ഓക്കെ, എന്തൊക്കെയാണ്? ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വെഴ്സായി സന്ധി, സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും, ജർമ്മൻ ഭരണകൂടത്തിന്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും. തന്റെ സംഘാടന മികവും പ്രസംഗ പാഠവും ഉപയോഗപ്പെടുത്തി ജർമ്മൻകാരെ വളരെ വേഗം ആകർഷിക്കാൻ ആർക്ക് കഴിഞ്ഞു? ഹിറ്റ്ലർക്ക് കഴിഞ്ഞു. നിലവിലിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ നാസിസത്തിന്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയും കൊന്നൊടുക്കി. അതാണ് നമ്മൾ മുകളിൽ വായിച്ചത് അല്ലേ? സോഷ്യലിസ്റ്റുകളും ട്രേഡ് യൂണിയന്മാരും ജൂതരെയും എല്ലാം തിരക്കി വന്നു. പിന്നീട് അവർ എന്നെ തിരക്കി വരുമ്പോഴേക്കും ബാക്കി ആരും ബാക്കി ഉണ്ടായിരുന്നില്ല അല്ലേ? മറ്റുള്ളവരാരും ബാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ സോഷ്യലിസ്റ്റുകളെയും, നാസിസത്തിന്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയും ഹിറ്റ്ലർ എന്ത് ചെയ്തു? കൊന്നൊടുക്കി. ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതരാണ് എന്ന് ഹിറ്റ്ലർ ആരോപിച്ചു. ഓക്കെ, ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ആരാണെന്ന്? ജൂതരാണെന്ന് ഹിറ്റ്ലർ ആരോപിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്തു. ഓക്കെ, പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് എന്ത് ചെയ്തു? ജൂതരെ കൂട്ടക്കൊല ചെയ്തു. ഓക്കെ, എൻ്റെ ശബ്ദം ചെറുതായിട്ട് അടപ്പുണ്ട്. ഓക്കെ, ഭയങ്കര കാലത്ത് പുലർച്ചെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉറങ്ങി എണീറ്റതിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, ക്ഷമിക്കുക. അപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്തു. ഇത് ഹോളോകാസ്റ്റ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ജൂതരെ കൂട്ടക്കൊല ചെയ്ത ഈ സംഭവം അറിയപ്പെടുന്നതാണ് ഹോളോകാസ്റ്റ്. എന്താണ്? ഹോളോകാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനായി തവിട്ടുകുപ്പായക്കാർ, ബ്രൗൺ ഷർട്ട്സ് എന്ന സൈന്യത്തിനും ഗസ്റ്റപ്പോ എന്ന രഹസ്യ സംഘത്തിനും രൂപം നൽകി. ഓക്കെ, അപ്പോൾ ഈ ഹോളോകാസ്റ്റിന് വേണ്ടി, അതായത് പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്യുന്നതിനെയാണ് ഹോളോകാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആരെ തയ്യാറാക്കി? തവിട്ടുകുപ്പായക്കാർ, ബ്രൗൺ ഷർട്ട്സ് എന്ന സൈന്യത്തിനും ഗസ്റ്റപ്പോ എന്ന രഹസ്യ സംഘത്തിനും ആര് രൂപം നൽകി? ഹിറ്റ്ലർ രൂപം നൽകി. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്ന്, അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു. ഓക്കെ, ഇപ്പൊ ജൂതന്മാരെ എല്ലാം കൊന്നൊടുക്കി. എന്നിട്ട് പറഞ്ഞു ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആരാണ്? ആര്യന്മാരാണ് എന്നുമാണ് ഹിറ്റ്ലർ അഭിപ്രായപ്പെടുന്നത്.
നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെ എന്ത് ചെയ്തു? അവിടെ നിരോധിച്ചു. ഓക്കെ, നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെ അവിടെ നിരോധിച്ചു. തൊഴിലാളി സംഘടനകൾക്ക് വിലക്കേർപ്പെടുത്തി. ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി. വേഴ്സായി സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു. ഓക്കെ, വേഴ്സായി സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു മനോഭാവം വളർത്തിയെടുത്തു. പത്രം, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസം തുടങ്ങിയവയെ ആശയപ്രചാരണത്തിന് ഉപയോഗിച്ചു. ഓക്കെ, പത്രം, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസം തുടങ്ങിയവ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ആശയപ്രചാരണത്തിന് ഉപയോഗിച്ചു. ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവം ചൂഷണം ചെയ്ത ഹിറ്റ്ലർ ആക്രമണപരമായ ഒരു വിദേശ നയം സ്വീകരിച്ചു. ഓക്കെ, ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവം ചൂഷണം ചെയ്ത് ഹിറ്റ്ലർ എന്ത് ചെയ്തു? ആക്രമണപരമായിട്ടുള്ള ഒരു വിദേശ നയം സ്വീകരിച്ചു. ഓസ്ട്രിയ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു. ഓക്കെ, ഓസ്ട്രിയ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യം രൂപീകരിച്ചു. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് എന്ത് രൂപീകരിച്ചു? സൈനിക സഖ്യം രൂപീകരിച്ചു. ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റ് രാജ്യങ്ങൾ സഖ്യങ്ങൾ ഉണ്ടാക്കുകയും അത് മറ്റൊരു ലോക യുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവിടെ 1-2 കോളം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്താണെന്നുള്ളത് നോക്കാം. നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണമാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. ഓക്കെ, അപ്പൊ നാസി ഭരണകാലത്ത് ജൂതന്മാരെ തേടിപ്പിടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് അല്ലെ. അപ്പൊ നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. നാസി വാഴ്ചക്കാലത്ത് ജർമ്മനിയിൽ നിന്ന് ആൻ ഫ്രാങ്കിന്റെ കുടുംബം ഒളിച്ചു കടന്നു. എന്നാൽ നാസികളുടെ പിടിയിൽ അകപ്പെട്ട ആൻ ഫ്രാങ്കും സഹോദരിയും ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കപ്പെടുകയും തുടർന്ന് മരണമടയുകയും ചെയ്തു. അപ്പോൾ നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരമാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ചെമ്പകരാമൻ പിള്ളയും നാസികളും. നോക്കുക, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ വിപ്ലവകാരിയാണ് മലയാളിയായ ചെമ്പകരാമൻ പിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ഇമ്പോർട്ടൻ്റ് ആണ്. കാബൂൾ ആസ്ഥാനമാക്കിയിട്ട് രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ആര്? ചെമ്പകരാമൻ പിള്ള. ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശീയനായിരുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശീയനായിരുന്നു ആര്? ചെമ്പകരാമൻ പിള്ള. അദ്ദേഹം ഹിറ്റ്ലറോടും നാസികളോടും അകന്നതോടെ അവരുടെ ശത്രുവായി. അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ സർക്കാർ ജപ്തി ചെയ്തു. ചെമ്പകരാമൻ പിള്ളയുടെ മരണത്തിന് നാസികളാണ് ഉത്തരവാദി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ചെമ്പകരാമൻ പിള്ള ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. അപ്പം നമ്മൾ എന്താണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്? ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായിട്ട് മറ്റു രാജ്യങ്ങൾ സഖ്യങ്ങൾ ഉണ്ടാക്കുകയും അത് മറ്റൊരു ലോകയുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. അങ്ങനെ നമ്മൾ 2ാം ലോകയുദ്ധത്തിൽ എത്തി. അപ്പോൾ നോക്കുക, 2ാം ലോകയുദ്ധം. 1ാം ലോകയുദ്ധം അവസാനിച്ച് 20 വർഷം കഴിഞ്ഞപ്പോൾ ലോകം മറ്റൊരു യുദ്ധത്തിന് കൂടി സാക്ഷ്യം വഹിച്ചു. 1939 മുതൽ 1945 വരെ നടന്ന 2ാം ലോകയുദ്ധത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എത്രയാണ് കാലഘട്ടം? 1939 മുതൽ 1945 വരെയാണ് 2ാം ലോക മഹായുദ്ധം. 1ാം ലോക മഹായുദ്ധം എത്രയായിരുന്നു? 1914 മുതൽ 1918 വരെയായിരുന്നു. 18ലാണ് യുദ്ധം അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1939 മുതൽ 1945 വരെയാണ് 2ാം ലോക മഹായുദ്ധം ഉണ്ടായിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ നോക്കുന്നത്. 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി.
ഓക്കെ, എന്താണ് പറയുന്നത്? 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം എന്ത് ചെയ്തു? പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും, ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും ആര് കൈവശപ്പെടുത്തി? വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല. ഓക്കെ, 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. 19 പാരീസ് സമാധാന സന്ധി പ്രകാരം എന്തു ചെയ്തു? ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാഷ്ട്രങ്ങൾ കൈവശപ്പെടുത്തി. ജർമ്മനിക്കോ ഇറ്റലിക്കോ കോളനികളോ കമ്പോളങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കോളനികൾ പിടിച്ചെടുക്കുവാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കുവാനും വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? പദ്ധതിയിട്ടു. ഓക്കെ, ജർമ്മനിക്കോ ഇറ്റലിക്കൊന്നും കോളനികളോ കമ്പോളങ്ങളോ ഇല്ലാതിരുന്നതിനാൽ കോളനികൾ പിടിച്ചെടുക്കാനായിട്ടും തങ്ങളുടെ രാഷ്ട്രങ്ങൾ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അവർ എന്ത് ചെയ്തു? മറ്റു രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ടു. ഈ ആക്രമണ നയങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായിട്ട് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്ന് അച്ചുതണ്ട് സഖ്യത്തിന് രൂപം നൽകി. ഓക്കെ, അച്ചുതണ്ടു സഖ്യത്തിന് രൂപം നൽകി. ആരൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഓക്കെ, ജർമ്മനി, ഇറ്റലി, ജപ്പാനും കൂടെ ചേർന്ന് അച്ചുതണ്ട് സഖ്യത്തിന് രൂപം നൽകി. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിനെതിരായിട്ട്, ഇതിന് ഓപ്പോസിറ്റായിട്ട്, ഈ അച്ചുതണ്ട് സഖ്യത്തിന് ഓപ്പോസിറ്റായിട്ട് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ, ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് സൈനിക സഖ്യത്തിന് രൂപം കൊടുത്തു. ഓക്കെ, അപ്പോൾ 2 സഖ്യമായിട്ടുണ്ട് തിരിഞ്ഞു. ആരൊക്കെയാണ്? ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും കൂടെ ചേർന്ന അച്ചുതണ്ട് സഖ്യത്തിനും അതുപോലെ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു സൈനിക സഖ്യത്തിനും രൂപം കൊടുത്തു. ഇത് സഖ്യശക്തികൾ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ സഖ്യശക്തികൾ എന്ന് പറയുന്നത് അച്ചുതണ്ട് സഖ്യവും സൈനിക സഖ്യവും കൂടെ ചേരുന്നതാണ്. അച്ചുതണ്ട് സഖ്യത്തിൽ വരുന്ന രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സൈനിക സഖ്യത്തിൽ വരുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഓക്കെ, അത് എവിടെ കൊടുത്തിട്ടുണ്ട്? അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുമ്പോൾ ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ്. സഖ്യശക്തികൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഓക്കെ, ഇനി പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നു. ഓക്കെ, അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആരുടെ കൂടെ ചേർന്നു? ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നു. അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ സർവരാഷ്ട്ര സഖ്യം പരാജയപ്പെട്ടു. നമ്മൾ പറഞ്ഞു, ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് സർവരാഷ്ട്ര സഖ്യം, ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ ആര് പരാജയപ്പെട്ടു? സർവരാഷ്ട്ര സഖ്യം പരാജയപ്പെട്ടു. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ, ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ആരാണ്? അച്ചുതണ്ട് ശക്തികൾ അല്ലെ. അവര് വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ എന്ത് ചെയ്തില്ല? ചെറുത്തില്ല. ഓക്കെ, അവരെ ഒന്നും ചെറുത്തില്ല. മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ടുള്ള സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായിട്ട് കണ്ടത്. എന്തുകൊണ്ടാണ്? സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒക്കെ ആരുടെ കൂടെ ആയിരുന്നു? ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ആയിരുന്നു അല്ലേ. ഫാസിസ്റ്റിനെ എതിർക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പമാണ് അവർ ചേർന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റലിയും ജപ്പാനും ജർമ്മനിയും ഒക്കെ വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും അവരെ ചെറുത്തില്ല എന്ന് മാത്രമല്ല, അവർ ശത്രുവായിട്ട് കണ്ടത് ആരെയാണ്? സോവിയറ്റ് യൂണിയനെയാണ്. സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ടുള്ള സോവിയറ്റ് യൂണിയനെയാണ് മുഖ്യ ശത്രുവായിട്ട് കണ്ടത്. ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയമാണ് പ്രീണനയം എന്നറിയപ്പെടുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയുന്നത്. പ്രീണനയം. എന്താണ് പ്രീണനയം എന്ന് പറയുന്നത്? ഒന്നുകൂടെ പറയാം. അതായത് ഇങ്ങനെ 2 ചേരികളായിട്ട് തിരിഞ്ഞു. അച്ചുതണ്ട് സഖ്യവും സൈനിക സഖ്യവും എന്ന് പറഞ്ഞ് 2 ചേരികളായിട്ട് തിരിഞ്ഞു. പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും എന്ത് ചെയ്തു? ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നു. ഈ അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണത്തെ തടഞ്ഞു നിർത്തുന്നതിൽ ആര് പരാജയപ്പെട്ടു? സർവരാഷ്ട്ര സഖ്യം പരാജയപ്പെട്ടു.
ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അതായത് അച്ചുതണ്ട് ശക്തികൾ വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചു. ആ സമയത്ത് ബ്രിട്ടനും ഫ്രാൻസും എന്ത് ചെയ്തില്ല? ഈ ആക്രമണങ്ങളെ ചെറുത്തില്ല. കാരണം എന്താണ്? അവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ടുള്ള സോവിയറ്റ് യൂണിയനാണ്. അവരെയാണ് അവർ ശത്രുവായിട്ട് കണ്ടത്. സോ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ ഒരു നയത്തെയാണ് പ്രീണനയം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി 1939 സെപ്റ്റംബർ 1 ജർമ്മനി എന്ത് ചെയ്തു? പോളണ്ട് ആക്രമിച്ചു. ഓക്കെ, പോളണ്ട് ആക്രമിച്ച വർഷം ഡേറ്റ് ഓർത്തിരിക്കുക. 1939 എപ്പോഴാണ്? സെപ്റ്റംബർ 1 ഓക്കെ, 1939 സെപ്റ്റംബർ 1 ജർമ്മനി ആരെ ആക്രമിക്കുന്നത്? പോളണ്ടിനെ ആക്രമിക്കുന്നത്. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. ഓക്കെ, 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. അപ്പോൾ സെപ്റ്റംബർ 3 എന്ത് ചെയ്തു? സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. ഇതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഈ പോളണ്ടിനെ ആക്രമിച്ചതാണ് 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കാനായിട്ട് കാരണം. ഓക്കെ, ഇനി ഇവിടെ മ്യൂണിക് ഉടമ്പടി എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. അതൊന്ന് നോക്കാം. പ്രീണനയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് 1938 മ്യൂണിക് ഉടമ്പടി. പ്രീണനയം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ? എന്താണ്? ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും മിണ്ടാതെ അല്ലെ, അവരുടെ ആക്രമണങ്ങളെ ചെറുക്കാതെ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ടുള്ള സോവിയറ്റ് യൂണിയനെ മുഖ്യ ശത്രുവായിട്ട് കണ്ടു. ഈ ഒരു ഫാസിസ്റ്റ് ആക്രമണങ്ങളെ പ്രോത്സാഹനം നൽകിയിട്ടുള്ള നയമാണ് പ്രീണനയം എന്ന് പറയുന്നത്. ഈ പ്രീണനയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത് 1938 മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. ചെക്കോസ്ലോവാക്യയിലെ സമ്പൽ സമൃദ്ധമായ സുഡറ്റൻലാൻഡ് എന്ന പ്രദേശത്തിന് മേൽ ഹിറ്റ്ലർ അവകാശം ഉന്നയിച്ചു. അപ്പോൾ മ്യൂണിക് ഉടമ്പടി എന്താണെന്നാണ് പറയുന്നത്? ചെക്കോസ്ലോവാക്യയിലെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള സുഡറ്റൻലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്തിന് മേൽ അവകാശം ഉന്നയിച്ചു? ഹിറ്റ്ലർ അവകാശം ഉന്നയിച്ചു. തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിച്ചു. ഓക്കെ, അപ്പോൾ സുഡറ്റൻലാൻഡിനു മേലെ ഹിറ്റ്ലർ അവകാശം ഉന്നയിച്ചപ്പോൾ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ? ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിച്ചു. ചെക്കോസ്ലോവാക്യയെ ഇതിലേക്ക് ക്ഷണിച്ചില്ല. ഓക്കെ, ചെക്കോസ്ലോവാക്യ എന്ത് ചെയ്തില്ല? ഇതിലേക്ക് ക്ഷണിച്ചില്ല. ചെക്കോസ്ലോവാക്യയിലെ പ്രദേശമാണല്ലോ സുഡറ്റൻലാൻഡ്. പക്ഷെ ആ ഒരു പ്രശ്നത്തിൽ സമ്മേളിക്കുവാനായിട്ട്, പ്രശ്നം പരിഹരിക്കുവാനായിട്ടുള്ള മീറ്റിംഗിൽ ചെക്കോസ്ലോവാക്യയെ ഇതിലേക്ക് ക്ഷണിച്ചില്ല. ഈ സമ്മേളനം സുഡറ്റൻലാൻഡ് ജർമ്മനിക്ക് നൽകുവാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, ഈ ഒരു സമ്മേളനം സുഡറ്റൻലാൻഡ് ആർക്ക് നൽകാനായിട്ട് തീരുമാനിച്ചു? ജർമ്മനിക്ക് നൽകാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പ്രീണനയത്തിന് എക്സാമ്പിളാണ് മ്യൂണിക് ഉടമ്പടി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ് പറഞ്ഞു നിർത്തിയത്? ഇവിടെ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു. പോളണ്ട് ആക്രമിച്ചതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ഇവിടെ അനാക്രമണ സന്ധി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒരു അനാക്രമണ സന്ധി ഒപ്പിട്ടു. ആരൊക്കെയാണ്? 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ചേർന്ന് ഒരു അനാക്രമണ സന്ധി ഒപ്പിട്ടു. ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. എന്നാൽ 1941 ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതോടുകൂടി എന്ത് ചെയ്തു? ഈ കരാർ അവസാനിച്ചു. ഓക്കെ, അപ്പോൾ അനാക്രമണ സന്ധി എന്ന് പറഞ്ഞാൽ 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും കൂടെ ഒപ്പിട്ട ഒരു സന്ധിയാണ് അനാക്രമണ സന്ധി. ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കുകയില്ല എന്നും പോളണ്ട് പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. എന്നാൽ 1941 ഹിറ്റ്ലർ എന്ത് ചെയ്തു? റഷ്യ ആക്രമിച്ചു. അതോടുകൂടിയിട്ട് ഈ കരാർ അവസാനിച്ചു. ഓക്കെ, ഇനി യുദ്ധം ബാക്കി വെച്ചത് നോക്കുക. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചു. ഓക്കെ, സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചു. സഖ്യകക്ഷികളുടെ ആക്രമണം
താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി. ഓക്കെ, സഖ്യകക്ഷികളുടെ ആക്രമണം. ആരൊക്കെയാണ് സഖ്യകക്ഷികളിൽ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന അല്ലെ. അപ്പൊ സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും എന്ത് ചെയ്തു? കീഴടങ്ങി. മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു. ഹിറ്റ്ലർ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ജപ്പാൻ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ഓക്കെ, ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി, മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു, ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. എന്നിട്ടും ജപ്പാൻ എന്ത് ചെയ്തില്ല? അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ജപ്പാനെ കീഴടക്കാനായിട്ട് സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി. ഓക്കെ, ജപ്പാനെ കീഴടക്കാൻ വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു? ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി. എന്നാൽ സോവിയറ്റ് യൂണിയൻ എത്തുന്നതിന് മുൻപ് അമേരിക്ക എന്ത് ചെയ്തു? 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. ഓക്കെ, സോവിയറ്റ് യൂണിയൻ ജപ്പാനെ ആക്രമിക്കാനൊക്കെ ആയിട്ട് പ്ലാൻ ഇട്ടിട്ട് എന്ത് ചെയ്തു? ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലോട്ട് നീങ്ങി. പക്ഷെ സോവിയറ്റ് യൂണിയൻ എത്തിക്കഴിയുമ്പോഴത്തേനും അമേരിക്ക എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 1945 ഓഗസ്റ്റ് 6 വിത്ത് ഡേറ്റ് പഠിച്ചു വെക്കണേ. ഓഗസ്റ്റ് 6 എവിടെ? ഹിരോഷിമയിൽ. ഏത് ബോംബാണ്? ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന അണുബോംബ് ഹിരോഷിമയിൽ വർഷിച്ചു. ഓക്കെ, 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന അണുബോംബ് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന് പറയുന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. അതോടെ എന്താണ്? ജപ്പാനും കീഴടങ്ങി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കാം, പോൾ ഹാർബർ ആക്രമണം. 1941 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായിട്ടുള്ള പോൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു. ഓക്കെ, അതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ നമ്മൾ 1945 ബോംബിട്ടത് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനിടയിൽ നടന്ന പോൾ ഹാർബർ ആക്രമണമാണ് പറയുന്നത്. 1941 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായിട്ടുള്ള പേൾ ഹാർബർ ആരാക്രമിച്ചു? ജപ്പാൻ ആക്രമിച്ചു. പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക താല്പര്യങ്ങളാണ് ജപ്പാനെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇതിനെ തുടർന്ന് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിച്ചു. ഇങ്ങനെയാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിക്കുന്നത്. ഈ രീതിയിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചു. സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ എന്ത് ചെയ്തു? ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി. മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ജപ്പാൻ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായില്ല. അപ്പോൾ ജപ്പാനെ കീഴടക്കാനായിട്ട് ആര് ചെയ്തു? സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലോട്ട് പോയി. പക്ഷേ അവരവിടെ എത്തുമ്പോഴത്തേനും അമേരിക്കക്കാർ എന്ത് ചെയ്തു? 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന അണുബോംബ് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന് പറയുന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. അതോടെ ജപ്പാനും കീഴടങ്ങി. ഓക്കെ, അപ്പോൾ ജപ്പാനിൽ അണുബോംബ് അല്ലെങ്കിൽ അമേരിക്ക ബോംബ് വർഷിച്ചതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. രണ്ടാം ലോക യുദ്ധത്തിന്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങളാണ് പറയുന്നത്. എന്താണ്? ദശലക്ഷക്കണക്കിനു പേർ കൊല്ലപ്പെട്ടു. ഓക്കെ, ഒന്നാമത്തേത് എന്താണ് ഫലം? ദശലക്ഷക്കണക്കിനു പേർ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി. ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. ഓക്കെ, അപ്പോൾ ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായിട്ട് മാറി. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് എന്ത് രൂപീകരിച്ചു? ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. ഓക്കെ, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി എന്താണ് രൂപീകരിച്ചത്? സർവ്വരാഷ്ട്ര സഖ്യം, ലീഗ് ഓഫ് നേഷൻസ് ആണ്. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ എന്താണ് രൂപീകരിച്ചത്? ഐക്യരാഷ്ട്ര സംഘടനയാണ് രൂപീകരിച്ചത്. ഓക്കെ, ഇനി ഇവിടെ ഹിബാകുഷുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഹിരോഷിമ, നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാകുഷുകൾ. ഓക്കെ, ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചു. അതിൻ്റെ ദുരന്തവും പേറി ജീവിക്കുന്ന മനുഷ്യരെയാണ് ഹിബാകുഷുകൾ എന്ന് പറയുന്നത്.
അണുവികിരണത്തിന്റെ തീവ്രതയിൽ ഓരോ നിമിഷവും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഹിബാകുഷകൾ ജപ്പാനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഹിബാകുഷകൾ എന്താണ് എന്നുള്ളത് നോക്കി വയ്ക്കാം. ഇനി സമാധാനത്തിന്റെ ചിറകിലേറി. ഈ ദിനത്തിന്റെ പ്രാധാന്യം എന്താണ് ഒക്ടോബർ 24 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒക്ടോബർ 24ന്റെ പ്രത്യേകത? ഒക്ടോബർ 24 UN ദിനമാണ്. ഒന്നാം ലോക യുദ്ധാനന്തരം സർവരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപീകരിച്ചെങ്കിലും, നമ്മൾ പറഞ്ഞല്ലേ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ സർവരാഷ്ട്ര സഖ്യം ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ചെങ്കിലും അത് ലോകസമാധാനം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു. കാരണം എന്താണ്? രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായല്ലോ. ഇനി രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള സംഘടനയ്ക്കായിട്ട് ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിൻ്റെ ഫലമാണ് 1945 ഒക്ടോബർ 24 രൂപീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടന. അപ്പം ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു എന്ന് പറഞ്ഞു. എപ്പോഴാണ്? 1945 ഒക്ടോബർ 24 ഒക്ടോബർ 24 എന്ത്? ഐക്യരാഷ്ട്ര സംഘടന UNO യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവ ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവ ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യങ്ങളിൽ ചിലതാണ്. ഓക്കെ, അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എന്താണെന്നുള്ളത് പഠിക്കുക. രൂപം കൊണ്ടത് 1945 ഒക്ടോബർ 24 ആ ഒക്ടോബർ 24 UN ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി യുദ്ധം കലാസൃഷ്ടികളിൽ എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്, നോക്കുക. പിക്കാസോയുടെ വിഖ്യാത ചിത്രം ഗ്വാർണിക്ക, ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവൽ മണിമുഴങ്ങുന്നത് ആർക്കുവേണ്ടി എന്നിവ രണ്ടാം ലോക യുദ്ധത്തോടുള്ള കലാപരമായ പ്രതികരണങ്ങളാണ്. ഓക്കെ, രണ്ടാം ലോക മഹായുദ്ധത്തോടുള്ള കലാപരമായ പ്രതികരണങ്ങളാണ്. ആരുടെ? പിക്കാസോയുടെ വിഖ്യാതമായ ചിത്രം ഗ്വാർണിക്ക, അത് പഠിച്ചു വെക്കുക. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവൽ മണിമുഴങ്ങുന്നത് ആർക്കുവേണ്ടി. ഇത് രണ്ടും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അതിനു വേണ്ടിയിട്ടുള്ള കലാപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. പോളിഷ് സംവിധായകൻ ആന്ദ്രേ വൈദിയുടെ യുദ്ധചിത്ര ത്രയങ്ങളായിട്ടുള്ള ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്നിവയും ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ ക്വായ്, ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, അലൻ റെനയുടെ ഹിരോഷിമ മോൺ മോർ, സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്നിവയും രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. അപ്പോൾ കലാപരമായിട്ടുള്ള ചിത്രം, പിക്കാസോയുടെ ചിത്രത്തിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക, ഗ്വാർണിക്ക. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവൽ ഏതാണ്? മണിമുഴങ്ങുന്നത് ആർക്കുവേണ്ടി. അതിനുശേഷം പോളിഷ് സംവിധായകനായിട്ടുള്ള ആന്ദ്രേ വൈദയുടെ 3 ചിത്രങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ജനറേഷൻ, കനാല്, ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്നിവ. അതുപോലെ ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ചിത്രം ഏതാണ്? ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ. ഓക്കെ, ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ. അതുപോലെ തന്നെ ക്വായ്. ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, അത് നമുക്കറിയാം അല്ലേ, കേട്ടിട്ടുണ്ടല്ലോ. ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. അലൻ റെനയുടെ ഹിരോഷിമ മോൺ അമോർ. ഓക്കെ, അലൻ റെനയുടെ ഹിരോഷിമ മോൺ അമോർ. സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഏതാണ്? ഷിൻഡേഴ്സ് ലിസ്റ്റ് അല്ലെ, ഷിൻഡേഴ്സ് ലിസ്റ്റ്. അപ്പോൾ ഈ സിനിമകളുടെ പേരൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി സഡാക്കോ. എന്താണ് സഡാക്കോ? ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുവികിരണത്തിൻ്റെ ഇരയാണ് സഡാക്കോ സസുക്കി എന്ന ബാലിക. ഓക്കെ, സഡാക്കോ സസുക്കി എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ്, ഒരു ബാലികയാണ്. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുവികിരണത്തിൻ്റെ ഇരയാണ് സഡാക്കോ സുസുക്കി. അവൾ രോഗശയ്യയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമാണ്. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചേക്കാം. ഇനി ഇവിടെ UN പതാക കൊടുത്തിട്ടുണ്ട്, UNൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കുക. ഇനി നോക്കുക, കോളനികൾ സ്വതന്ത്രമാകുന്നു. രണ്ടാം ലോക യുദ്ധാനന്തരം സാമ്രാജ്യത്വ ശക്തികളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി.
അതിനാൽ കോളനികളിൽ ഉയർന്നു വന്ന ദേശീയ സമരങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. കൂടാതെ വൻ ശക്തികളായി ഉയർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യൂറോപ്യൻ കോളനികളിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചു. ഓക്കെ, അപ്പോൾ രണ്ടാം ലോക യുദ്ധാനന്തരം സാമ്രാജ്യത്വ ശക്തികളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കോളനികളിൽ ഉയർന്നു വന്ന ദേശീയ സമരങ്ങളെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. കൂടാതെ വൻ ശക്തികളായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ശക്തികളായി വളർന്നു വന്നവർ ആരൊക്കെയാണ്? അമേരിക്കയും സോവിയറ്റ് യൂണിയനുമാണ്. അവർ യൂറോപ്യൻ കോളനികളിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചു. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം നേടി. അത് അപകോളനീകരണം, ഓക്കെ, ഡീകോളനൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്നും കോളനികൾ സ്വതന്ത്രം നേടിയ അതിനെ അറിയപ്പെടുന്നതാണ് എന്ത്? അപകോളനീകരണം, ഡീകോളനൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച ചില രാഷ്ട്രീയ നേതാക്കളാണ്. നോക്കുക, സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയാണ്? ഗാന്ധിജി, ഇന്ത്യയിൽ ആരാണ്? ഗാന്ധിജി. ദക്ഷിണാഫ്രിക്കയിൽ ആരാണ്? നെൽസൺ മണ്ടേല. അതുപോലെ ഘാനയിൽ ക്വാമി എൻക്രൂമ ഘാന. അതുപോലെ തന്നെ ജോമോ കെനിയാത്ത, കെനിയയിൽ. ഓക്കെ, അപ്പോൾ ഗാന്ധിജി ഇന്ത്യ, നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്ക, ക്വാമി എൻക്രൂമ ഘാന, ജോമോ കെനിയാത്ത കെനിയ. അപ്പോൾ ഇത്രയും പേരുടെ പേരുകളൊന്ന് പഠിച്ചു വെക്കുക. സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച ചില രാഷ്ട്രീയ നേതാക്കളാണ്. അടുത്തത് ശീതസമരം. എന്താണ് ശീതസമരം അഥവാ കോൾഡ് വാർ എന്ന് പറയുന്നത്? രണ്ടാം ലോക യുദ്ധകാലത്ത് ഫാസിസത്തിനെതിരെ ഭിന്നതകൾ മറന്ന് ഒരുമിച്ച അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം എന്ത് ചെയ്തു? വീണ്ടും ഭിന്നിച്ചു. ഓക്കെ, രണ്ടാം ലോക മഹായുദ്ധത്തെ ഫാസിസത്തിനെതിരെ ഭിന്നതകൾ മറന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ഈ രണ്ടാം ലോക മഹായുദ്ധാനന്തരം വീണ്ടും ഭിന്നിച്ചു. അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായ മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു. ഓക്കെ, അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു. സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് സോവിയറ്റ് യൂണിയനും നേതൃത്വം കൊടുത്തു. ഓക്കെ, രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള മുതലാളിത്ത ചേരിക്ക്, ഓക്കെ, അമേരിക്ക മുതലാളിത്ത ചേരിക്കും സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്കും നേതൃത്വം നൽകി. ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ രണ്ടു ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായിട്ടുള്ള സംഘർഷങ്ങളും നയതന്ത്രങ്ങളുമാണ് ശീതസമരം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാം ലോക യുദ്ധകാലത്ത് ഫാസിസത്തിനെതിരെ ഭിന്നതകൾ മറന്ന് ഒരുമിച്ച അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധം കഴിഞ്ഞപ്പോൾ വീണ്ടും ഭിന്നിച്ചു. അമേരിക്ക മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് നേതൃത്വം നൽകി. ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തുന്ന രണ്ട് ചേരികൾ തമ്മിലുണ്ടായിട്ടുള്ള ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്രങ്ങളുമാണ് എന്ത്? ശീതസമരം എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നോക്കുക, ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായിട്ടുള്ള ബർണാഡ് ബറൂച്ച് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശീതസമരം എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ബർണാഡ് ബറൂച്ച് ആണ്. വാൾട്ടർ ലിപ്മാൻ എഴുതിയ ശീതസമരം എന്ന ഗ്രന്ഥം ഇതിന് കൂടുതൽ പ്രചാരം നൽകി. അപ്പോൾ ശീതസമരം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? വാൾട്ടർ ലിപ്മാൻ ആണ്. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? അമേരിക്കൻ നയതന്ത്രജ്ഞനായിട്ടുള്ള ബർണാഡ് ബറൂച്ച് ആണ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇരുധ്രുവ ലോകം. എന്താണ് ഇരുധ്രുവ ലോകം? രണ്ടാം ലോക യുദ്ധത്തിൽ ഒരേ സഖ്യത്തിലായിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം യഥാക്രമം മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും നേതൃത്വം കൊടുത്തു. നമ്മളിപ്പോൾ പറഞ്ഞു. ആശയപരമായ ഈ ചേരിതിരിവിനെ ചരിത്രകാരനായിട്ടുള്ള ആൾനോൾഡ് ടോയൻബി ഇരുധ്രുവ ലോകം എന്നാണ് വിശേഷിപ്പിച്ചത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരുമിച്ചായിരുന്നെങ്കിലും യുദ്ധം കഴിഞ്ഞപ്പോൾ അവർ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞു. അമേരിക്ക മുതലാളിത്ത ചേരിക്കും സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് ചേരിക്കും നേതൃത്വം കൊടുത്തു. ഇങ്ങനെ ആശയപരമായിട്ടുള്ള ഈ ഒരു ചേരിതിരിവിനെ ചരിത്രകാരനായിട്ടുള്ള ആൾനോൾഡ് ടോയൻബി ആണ് ഇരുധ്രുവ ലോകം. അപ്പോൾ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ചേരിതിരിവിനെ ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആൾനോൾഡ് ടോയൻബി ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇനി ശീതസമരകാലത്തെ സൈനിക സഖ്യങ്ങൾ നോക്കുക.
നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതായത് അമേരിക്കയും സഖ്യകക്ഷികളും കൂടെ ചേർന്നിട്ടുള്ളതാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ശീതസമരകാലത്ത് ഉണ്ടായിട്ടുള്ള സൈനിക സഖ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോ എന്ന് പറയുന്നത് അമേരിക്കയും സഖ്യകക്ഷികളും കൂടെ ചേരുന്നതാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ ആരൊക്കെയാണ്? അമേരിക്കയും സഖ്യകക്ഷികളും വരുന്നതാണ്. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കയും സഖ്യകക്ഷികളും. വാഴ്സാ ഉടമ്പടി സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും. അപ്പോൾ നോക്കി വയ്ക്കുക, സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും വരുന്നത് ഏത് മാത്രമാണ്? അതായത് വാഴ്സാ ഉടമ്പടി, അതുപോലെ തന്നെ വാഴ്സാ ഉടമ്പടി മാത്രമാണ് സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും വരുന്നത്. ബാക്കി അമേരിക്കയും സഖ്യകക്ഷികളും വരുന്നത് ഏതൊക്കെയാണ്? സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നിവയാണ് അമേരിക്കയും സഖ്യകക്ഷികളും വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇരുചേരികൾക്കൊരു ബദൽ, ചേരിചേരായ്മ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ചേരിചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കളാണ് ഈ പറയുന്നവർ. ആരൊക്കെയാണ്? മുതലാളിത്ത ചേരി എന്ന് പറയുമ്പോൾ അമേരിക്ക നേതൃത്വം കൊടുത്തത് മുതലാളിത്ത ചേരിക്കും, സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയത് ആർക്കാണ്? സോഷ്യലിസ്റ്റ് ചേരിക്കുമാണ്. അപ്പോൾ അതിനൊരു ബദലായിട്ട് ചേരിചേരായ്മ എന്ന് പറയുന്ന ഒരു ആശയത്തിന് രൂപം നൽകിയ നേതാക്കളാണ് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു ഇന്ത്യ, ഗമാൽ അബ്ദുൾ നാസർ ഈജിപ്തിലെ, മാർഷൽ ടിറ്റോ യൂഗോസ്ലാവാക്യയിൽ നിന്നും, അഹമ്മദ് സുകാർണോ ഇന്തോനേഷ്യ. ഓക്കെ, അപ്പോൾ ചേരിചേരായ്മയ്ക്ക് നേതൃത്വം കൊടുത്തത് ഇന്ത്യയിൽ നിന്നും ജവഹർലാൽ നെഹ്റു, ഈജിപ്തിൽ നിന്നും ഗമാൽ അബ്ദുൾ നാസർ, യൂഗോസ്ലാവിയയിൽ നിന്നും മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യയിൽ നിന്നും അഹമ്മദ് സുകാർണോ. ഈ പേരുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ചേരിചേരായ്മ എന്ന് പറയുന്ന ആശയത്തിന് ഇവർ രൂപം കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്? നോക്കുക. രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അനേകം രാജ്യങ്ങൾ സ്വതന്ത്രമായി. ശീതസമരം സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു രൂപമാണെന്നും ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ശീതസമരം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അമേരിക്കയും സോവിയറ്റ് യൂണിയൻ്റെയും ചേരിതിരിവിനെയാണ് ശീതസമരം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതെന്താണ്? ഈ ശീതസമരം എന്ന് പറയുന്നത് ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരിചേരാ പ്രസ്ഥാനം. അപ്പോൾ മുതലാളിത്ത ചേരി എന്ന് പറയുന്നതിന് നേതൃത്വം കൊടുത്ത അമേരിക്കയും സോഷ്യലിസ്റ്റ് ചേരിക്ക് നേതൃത്വം കൊടുത്ത സോവിയറ്റ് യൂണിയനും നിലകൊണ്ടെങ്കിലും ഈ രണ്ട് ചേരികളുടെയും ഭാഗമാകാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യത്തെയാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ചേരിയിലും ചേരാതെ അവർ ഫ്രീ ആയിട്ട് നിലകൊണ്ട് അതിനെയാണ്, ആ രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തെയാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. വൻ ശക്തികളുടെ ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. യുദ്ധവും സംഘർഷവും ഇല്ലാത്ത ലോകത്തിന് മാത്രമേ സാമ്പത്തികവും സാമൂഹികവുമായി മുന്നേറാൻ കഴിയൂ എന്നവർ തിരിച്ചറിഞ്ഞു. 1955 ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചത്. അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? 1955 ഇന്തോനേഷ്യയിൽ വെച്ച് നടന്ന ബാന്തൂങ് സമ്മേളനം. ഓക്കെ, ബാന്തൂങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാനായിട്ട് തീരുമാനിച്ചത്. 1961 ബെൽഗ്രേഡിൽ വെച്ച് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യത്തെ സമ്മേളനം നടന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കിട്ടി, എവിടെയാണ് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്? 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. ഓക്കെ, 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിരീക്ഷണം ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്താണ്? ചേരിചേരായ്മ എന്ന് പറയുന്നത് ലോകകാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നിരീക്ഷണമാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് പശ്ചിമേഷ്യ നോക്കാം. ഒരു കൈയിൽ സമാധാനത്തിൻ്റെ ഒലീവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്.
ഒലീവ് ഇലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. ഒലീവ് ഇല എന്ന് പറയുമ്പോൾ സമാധാനത്തിൻ്റെതാണ് അല്ലേ. അപ്പോൾ സമാധാനത്തിൻ്റെ ഒലീവ് ഇല കൈകളിൽ നിന്ന് നഷ്ടമാവാതിരിക്കട്ടെ. അപ്പോൾ പാലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാൻ ആയിരുന്ന യാസർ അറഫാത്ത് 1974 UN അസംബ്ലിയിൽ ചെയ്ത പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ ഇത് ആരുടെ വാക്കുകളാണ്? പാലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാനായിരുന്ന യാസർ അറഫാത്തിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം 1974 UN അസംബ്ലിയിൽ ചേർന്ന പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. ഓക്കെ, അദ്ദേഹത്തെ ഇത്തരത്തിൽ പ്രസംഗിക്കാൻ പ്രേരിപ്പിച്ച സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. ഒന്നാം ലോക യുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഓക്കെ, ഒന്നാം ലോക മഹായുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം എവിടെയായിരുന്നു? തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി. പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ആദ്യം തുർക്കി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം വരെ. പിന്നീട് ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടപ്പോൾ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം എവിടെയായി? ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി. ഈ യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പോൾ പാലസ്തീൻ ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി. അപ്പോൾ ഈ യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായിട്ട് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കണം. ജൂതർക്ക് പശ്ചിമേഷ്യയിൽ സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കണമെന്ന് ആര്? ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ. ഓക്കെ, അപ്പോൾ ആർതർ ബാൽഫർ ആണ് ജൂതർക്ക് വേണ്ടിയിട്ട് പശ്ചിമേഷ്യയിൽ സ്വന്തമായി രാജ്യം വേണം, അനുവദിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെട്ടു. ഇങ്ങനെ ജൂതന്മാർക്ക് വേണ്ടിയിട്ട് പശ്ചിമേഷ്യയിൽ ഒരു രാജ്യം അനുവദിക്കണമെന്ന് ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചതിനെയാണ് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത്. ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഓക്കെ, അപ്പോൾ ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് എന്ത്? സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതർക്കെതിരെ നടത്തിയ പീഡനങ്ങൾ നമ്മൾ പറഞ്ഞു, ജൂതന്മാരെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അല്ലേ. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ജൂതർക്ക് സ്വന്തമായൊരു രാജ്യം വേണമെന്ന ആവശ്യത്തിന് തീവ്രത കൂട്ടി. 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഹിറ്റ്ലർ എന്താണ്? ജൂതന്മാരെ എല്ലാം പിടിച്ചു കൊല്ലുകയും കാരണങ്ങളൊക്കെ കൊണ്ടാണ് ജൂതന്മാർക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു രാഷ്ട്രം വേണം എന്ന ആവശ്യത്തിന് തീവ്രത കൂടുന്നത്. അങ്ങനെയാണ് 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് എപ്പോഴാണ്? 1948 ഇതിനെ തുടർന്ന് ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങളുണ്ടായി. ഇസ്രായേൽ പാലസ്തീനെ കൈവശപ്പെടുത്തി. ഓക്കെ, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിച്ചു. ഇസ്രായേൽ എന്ത് ചെയ്തു? പാലസ്തീനെ കൈവശപ്പെടുത്തി. ജന്മനാട്ടിൽ നിന്ന് പുറത്താകേണ്ടി വന്ന പാലസ്തീൻകാർ വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ അഭയം തേടി. അപ്പോൾ പാലസ്തീനെ കൈവശപ്പെടുത്തിയപ്പോൾ സ്വന്തം നാട്ടിൽ, ജന്മനാട്ടിൽ നിന്നും പുറത്താകേണ്ടി വന്ന പാലസ്തീൻകാർ എന്ത് ചെയ്തു? അറബ് രാഷ്ട്രങ്ങളിൽ അഭയം തേടി. ഇസ്രായേലിന്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ടതാണ് പാലസ്തീൻ വിമോചന സംഘടന. ഓക്കെ, അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ജൂതന്മാർക്ക് വേണ്ടിയിട്ട് സ്വന്തമായൊരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചു. അതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം 1948 രൂപീകരിച്ചു. ഇസ്രായേലിന്റെ രൂപീകരണത്തോടുകൂടി പാലസ്തീൻ കൈവശപ്പെടുത്തിയ ഇസ്രായേലുകാർ എന്ത് ചെയ്തു? പാലസ്തീൻകാർ കൈവശപ്പെടുത്തിയപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം രാഷ്ട്രം നഷ്ടപ്പെട്ടു അല്ലേ. അപ്പം അങ്ങനെ പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ടതാണ് പാലസ്തീൻ വിമോചന സംഘടന. യാസർ അറാഫത്ത് ആണ് ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. ഓക്കെ, പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? യാസർ അറഫാത്ത് ആണ്. നമ്മൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കണ്ടില്ലേ? യാസർ അറഫാത്ത് ആണ് സ്ഥാപക പ്രസിഡന്റ് എന്തിൻ്റെ? പാലസ്തീൻ വിമോചന സംഘടനയുടെ.
നിരവധി രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഓസ്ലോ കരാർ പ്രകാരം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകി. അപ്പോൾ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാനായിട്ട് ഇസ്രായേൽ അംഗീകാരം നൽകിയത് ഏത് കരാർ പ്രകാരമാണ്? ഓസ്ലോ കരാർ പ്രകാരമാണ്. ഓക്കെ, ഓസ്ലോ കരാർ പ്രകാരമാണ്. എന്നാൽ ഇത് പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല. ഓക്കെ, അടുത്തത് ഇവിടെ നോക്കാം, എണ്ണ രാഷ്ട്രീയ യുദ്ധം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ എണ്ണ സമ്പത്തിൻ്റെ പകുതിയും പശ്ചിമേഷ്യയിലാണ് ഉള്ളത്. അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടന ഒപെക് എന്ന് പറയുന്നത് രൂപീകരിച്ചു. പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ഉപാധി എന്ന നിലയിൽ എണ്ണ ഒരു സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിക്കപ്പെട്ടു. എണ്ണയുൽപാദനം കുറച്ചും വില വർദ്ധിപ്പിച്ചുമാണ് പ്രസ്തുത തന്ത്രം നടപ്പിലാക്കിയത്. അതൊന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക. ഇനി സിയോണിസം. എന്താണ് സിയോണിസം? ജൂതന്മാർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പ്രസ്ഥാനമാണ് നമ്മൾ പറഞ്ഞു സിയോണിസ്റ്റ് പ്രസ്ഥാനം, അല്ലേ? അപ്പോൾ അതാണ് സിയോണിസം. ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് തിയേഡർ ഹെർഷൽ എന്ന എഴുത്തുകാരനാണ്. ആരാണ്? സിയോണിസം എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചത് തിയേഡർ ഹെർഷൽ ആണ്. ഓക്കെ, ദി ജൂവിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ജൂതരാഷ്ട്രം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഓക്കെ, ദി ജൂവിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ജൂതരാഷ്ട്രം എന്ന് പറയുന്ന ആശയം തിയേഡർ ഹെർഷൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ സിയോണിസം എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? തിയേഡർ ഹെർഷൽ ആണ്. ഓക്കെ, ഇനി സോവിയറ്റ് യൂണിയന്റെ തകർച്ച. 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകത്തിലുണ്ടായ സുപ്രധാന സംഭവമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകരാനായിട്ട് ഇടയുണ്ടാക്കിയത്? ഓക്കെ, സോവിയറ്റ് യൂണിയൻ തകരാനുണ്ടായിട്ടുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, മിഖായേൽ ഗോർബച്ചേവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ. ഓക്കെ, ഗ്ലാസ്നോസ്ത, പെരിസ്ട്രോയിക്ക എന്നിവിടങ്ങളിലുള്ള മിഖായേൽ ഗോർബച്ചേവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളാണ്. ഓക്കെ, ഗോർബച്ചേവിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? മിഖായേൽ ഗോർബച്ചേവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളാണ് ഒന്നാമത്തെ കാരണം. രണ്ട്, സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം, അല്ലെ? സോഷ്യലിസ്റ്റിൽ ഉറച്ചു നിന്ന രാഷ്ട്രമായിരുന്നു സോവിയറ്റ് യൂണിയൻ. ആ സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും വ്യതിചലിച്ചത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയം. ഓക്കെ, സാമ്പത്തിക രംഗത്തുണ്ടാവുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, അതിലുണ്ടായ പരാജയവും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഓക്കെ, 1991 ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടുകൂടി സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. ഓക്കെ, 1991 ഗോർബച്ചേവ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത്. അതോടുകൂടി സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ശീതസമരം അവസാനിച്ചു, അല്ലെ? അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ചേരിതിരിവായിരുന്നു ശീതസമരം. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോട് കൂടിയിട്ട് എന്ത് അവസാനിച്ചു? ശീതസമരം അവസാനിച്ചു. ഇത് അന്തർദേശീയ രംഗത്ത് വൻ പ്രഖ്യാതങ്ങൾക്ക് കാരണമായി. ഇരുധ്രുവ ലോകം തകരുകയും അമേരിക്കയുടെ ആധിപത്യത്തിലുള്ള ഏകധ്രുവ ലോകം ഉയർന്നു വരികയും ചെയ്തു. സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു ആശയപരമായിട്ടുള്ളതിനെയായിരുന്നു ഇരുധ്രുവ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇരുധ്രുവ ലോകം തകരുകയും അമേരിക്കയുടെ ആധിപത്യത്തിലുള്ള ഏകധ്രുവ ലോകം ഉയർന്നു വരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് ഏകധ്രുവ ലോകം? അമേരിക്കൻ ആധിപത്യമാണ് ഏകധ്രുവ ലോകം എന്നറിയപ്പെടുന്നത്. അതെന്താണെന്നുള്ളത് നോക്കാം. സോവിയറ്റ് യൂണിയന്റെ തകർച്ച അമേരിക്ക ആഗോള ശക്തിയായി മാറുന്നതിന് കാരണമായി. ഇതോടെ ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്രം അമേരിക്കയായി, അല്ലെ? ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്രം എന്തായി? അമേരിക്കയായി. ഇത് ഏകധ്രുവ ലോകാക്രമം എന്ന് അറിയപ്പെട്ടു. ഏകധ്രുവ ലോകക്രമം എന്ന് അറിയപ്പെട്ടു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോട് കൂടിയിട്ട് ലോകരാഷ്ട്രത്തിന്റെ കേന്ദ്രമായിട്ട് അമേരിക്ക മാറി. ഇതാണ് ഏകധ്രുവ ലോകക്രമം എന്നറിയപ്പെടുന്നത്. അമേരിക്ക ആഗോള രംഗത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. അപ്പോൾ എന്തൊക്കെ തന്ത്രങ്ങളാണ് അമേരിക്ക ആഗോള രംഗത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്താനായിട്ട് കൊണ്ടുവന്നത്? അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി. അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിയിട്ട് രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി. സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു. മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങൾക്ക് കൊണ്ടാണ് അമേരിക്ക ആഗോള രംഗത്ത് അവരുടെ ആധിപത്യം നിലനിർത്താനായിട്ട് ഉപയോഗിച്ച തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ,
അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളാണ് ഗൾഫ് യുദ്ധത്തിന് കാരണമായത്. അമേരിക്കയുടെ സാമ്രാജ്യത്വ തന്ത്രങ്ങളാണ് ഗൾഫ് യുദ്ധങ്ങൾക്ക് കാരണമായത്. തങ്ങളുടെ സൈനിക ശേഷിയും സാങ്കേതിക മികവും ഈ യുദ്ധങ്ങളിൽ അമേരിക്ക ഉപയോഗിച്ചു. എന്നാൽ അമേരിക്കൻ ആധിപത്യത്തിനെതിരായ കൂട്ടായ്മകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്തും അതുപോലെ തന്നെ പെരിസ്ട്രോയിക്കയും. ഓക്കെ, മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങളാണ് എന്ത്? ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും. രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിനായിട്ട് കൊണ്ടുവന്നതായിരുന്നു ഗ്ലാസ്നോസ്ത്. അപ്പോൾ ഗ്ലാസ്നോസ്ത് എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഗ്ലാസ്നോസ്ത്. ഇത് പ്രകാരം പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളിലൂടെ മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്തു. ഓക്കെ, ഗ്ലാസ്നോസ്ത് പ്രകാരം എന്ത് ചെയ്തു? പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായാണ് എന്ത്? പെരിസ്ട്രോയിക്ക നടപ്പിലാക്കിയത്. ഓക്കെ, സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ടാണ് പെരിസ്ട്രോയിക്ക നടപ്പിലാക്കിയത്. ഉൽപാദന മേഖലയിലെ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക, കേന്ദ്രീകൃത ആസൂത്രണത്തിന് ഇളവ് വരുത്തുക എന്നിവ ഇതിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങളാണ് എന്ത്? ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും എന്നുള്ളത് ഓർത്തിരിക്കുക. ഗ്ലാസ്നോസ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഗ്ലാസ്നോസ്ത് എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പെരിസ്ട്രോയിക്ക. അത് രണ്ടും ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഗൾഫ് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞല്ലേ, അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങൾ ഗൾഫ് യുദ്ധത്തിന് കാരണമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഗൾഫ് യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുണ്ടായ പ്രധാന സംഭവങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് 1991 2003 നടന്ന ഗൾഫ് യുദ്ധങ്ങൾ. എപ്പോഴൊക്കെയാണ്? 1991 2003 നടന്നിട്ടുള്ള ഗൾഫ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, 1991 2003 നടന്ന ഗൾഫ് യുദ്ധങ്ങൾ. ഇറാഖിലെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം എന്താണ്? ഇറാഖിലെ ഭരണാധികാരിയായിട്ടുള്ള സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതാണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള സഖ്യ സൈന്യം ഇറാഖിനെ ആക്രമിച്ച് കുവൈറ്റ് മോചിപ്പിച്ചു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള സഖ്യസൈന്യം എന്ത് ചെയ്തു? ഇറാഖിനെ ആക്രമിച്ച് കുവൈറ്റ് മോചിപ്പിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കങ്ങളാണ് ഈ യുദ്ധങ്ങൾക്ക് കാരണമായത്. അപ്പോൾ ഗൾഫ് യുദ്ധങ്ങൾക്ക് കാരണമായത് എന്താണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ് ഗൾഫ് യുദ്ധങ്ങൾക്ക് കാരണമായത്. ഓക്കെ, അടുത്തത് നവസാമ്രാജ്യത്വം. നോക്കുക, രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് പുതിയ തരത്തിലുള്ള സാമ്രാജ്യത്വ വ്യവസ്ഥിതി രൂപപ്പെട്ടു വന്നു. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത വിവിധ രാഷ്ട്രങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളെയാണ് നമ്മൾ ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറയുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വികസ്വരവും അവികസിതവുമായിട്ടുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങി. ഓക്കെ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ബഹുരാഷ്ട്ര കമ്പനികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വികസ്വരവും അവികസിതവുമായിട്ടുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങി. ഇത് നവസാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ, അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ലോകത്ത് പുതിയ തരത്തിലുള്ള ഒരു സാമ്രാജ്യത്വ വ്യവസ്ഥിതി രൂപപ്പെട്ടു. എന്താണത്? അതായത് ബഹുരാഷ്ട്ര കമ്പനികൾ വന്നു. എന്താണ് ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് വിവിധ രാഷ്ട്രങ്ങളിലായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെയുള്ള കമ്പനികളെയാണ് ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറയുന്നത്. ഈ ബഹുരാഷ്ട്ര കമ്പനികൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? വികസ്വര രാഷ്ട്രങ്ങളിൽ, അവികസിതവുമായിട്ടുള്ള രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങി. ഇതിനെയാണ് നവസാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാം ലോക രാജ്യങ്ങളിലെ സമ്പത്ത് കൈവശപ്പെടുത്തുവാൻ ബഹുരാഷ്ട്ര കമ്പനികൾ മത്സരിച്ചു. അവരുടെ തന്ത്രങ്ങൾ പുതിയൊരു ഉപഭോഗ സംസ്കാരം വളരുന്നതിന് കാരണമായി. ഇതിലൂടെ വികസ്വര രാജ്യങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്പോളങ്ങളായി മാറി.
വികസിത രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ വികസ്വര രാജ്യങ്ങളുടെ ഗ്രാമങ്ങളിൽ വരെ എത്തിച്ചേർന്നു. ബഹുരാഷ്ട്ര കമ്പനികളോട് മത്സരിക്കാൻ കഴിയാത്ത തദ്ദേശീയ സാമ്പത്തിക മേഖല തകരാൻ തുടങ്ങി. ഓക്കെ, ഇനി പുത്തൻ സാമ്പത്തിക പരിഷ്കാരം. ഈ ഒരു കാര്യം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് +1 എക്കണോമിക്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ, ഈ ഭാഗം കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ എക്കണോമിക്സിൻ്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം, ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്? നവസാമ്രാജ്യത്വത്തിൻ്റെ ആശയങ്ങളായിരുന്നു ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നിവ. ഓക്കെ, നവസാമ്രാജ്യത്വത്തിൻ്റെ ആശയങ്ങളാണ് ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നിവ. നമ്മൾ LPG പോളിസി എന്ന് പറയും അല്ലേ. അപ്പോൾ ആദ്യം ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ കടന്നു വരാനായി ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കി. അതായത് ഏതൊരു ഇതെടുത്തു കഴിഞ്ഞാൽ, ഏതൊരു സെക്ടർ എടുത്തു കഴിഞ്ഞാലും അതിനുമേൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടാവും, ഒരു നിയന്ത്രണം ഉണ്ടാവും. ആ നിയന്ത്രണങ്ങളൊക്കെ എടുത്തു മാറ്റി ഇറക്കുമതി നിയമങ്ങളും നികുതികളും എല്ലാം ഉദാരമാക്കി, ലിബറലാക്കി. അതാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും മേലുള്ള ഗവൺമെൻറ്റിൻ്റെ കൺട്രോള് എടുത്തു കളയുക, അതാണ് ഉദാരവൽക്കരണം പറയുന്നത്. ഇനി സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു. ഓക്കെ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളെ എന്ത് ചെയ്തു? സ്വകാര്യവൽക്കരിച്ചു. ഓക്കെ, പ്രൈവറ്റ് സെക്ടർ ആക്കിയിട്ട് മാറ്റി. അതാണ് സ്വകാര്യവൽക്കരണം. ഇനി ആഗോളവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിച്ചു, ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു, മത്സരങ്ങളിലൂതിയ കമ്പോളം നിലവിൽ വന്നു, അതിരുകളില്ലാത്ത ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതികവിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് സൃഷ്ടിച്ചു. ഇതാണ് ആഗോളവൽക്കരണം. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്കണോമിക്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ആഗോളവൽക്കരണം? രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിച്ചു, ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു, മത്സരങ്ങളിലൂന്നിയ കമ്പോളം നിലവിൽ വന്നു, അതിരുകളില്ലാതെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതികവിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് സൃഷ്ടിച്ചു. ഇനി ലോക ബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന തുടങ്ങി അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ആഗോളവൽക്കരണത്തിന് അനുസൃതമായ നയങ്ങൾ രൂപവൽക്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ആരൊക്കെയാണ്? ലോക ബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ആഗോളവൽക്കരണത്തിന് അനുസൃതമായിട്ടുള്ള നയങ്ങൾ രൂപവൽക്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. ആഗോളവൽക്കരണം ലോകത്തിന് മുന്നിൽ പുതിയ സാധ്യതകളും അവസരങ്ങളും തുറന്നിട്ടു. വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യാതിർത്തികൾ കടന്നുള്ള വിനിമയവും ആഗോള ഗ്രാമം എന്ന ആശയത്തിന് രൂപം നൽകി. എന്നാൽ ആഗോളവൽക്കരണം വികസ്വര രാജ്യങ്ങളെ ദോഷകരമായി ബാധിച്ചു. അപ്പോൾ ആഗോളവൽക്കരണം എങ്ങനെയാണ് വികസ്വര രാജ്യങ്ങളെ ദോഷകരമായി ബാധിച്ചത്? എങ്ങനെയാണ്? ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി. ഓക്കെ, ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി. തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. കാർഷികോൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. സാമൂഹിക സേവന മേഖലകളിൽ നിന്നും സർക്കാരുകൾ പിന്മാറി. പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആഗോളവൽക്കരണം വികസ്വര രാജ്യങ്ങളെ ദോഷകരമായി ബാധിച്ചത്. ഓക്കെ, 20-ാം നൂറ്റാണ്ടിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളും അവ ലോക ചരിത്രത്തെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്നുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. സാമ്രാജ്യത്വത്തിൻ്റെ ആവിർഭാവത്തിന് വഴിതെളിച്ച സാഹചര്യങ്ങൾ, സാമ്രാജ്യത്വം നേരിട്ട പ്രതിസന്ധികൾ, സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നിവ 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയോ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, ലോകം 20-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന മുഴുവൻ SCERT പാഠഭാഗങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് വരുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF നമ്മൾ ടെലഗ്രാമിൽ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് വായിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ടോപ്പിക്സും കൂടെ ഇതുപോലെ കംപ്ലീറ്റ് SCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, സിവിക്സ്, ഇന്ത്യൻ ഭരണഘടന, കേരള ജിയോഗ്രഫി, അതുപോലെ തന്നെ
അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററി ചെയ്തു. ഇനി കുറച്ച് ടോപ്പിക്സും കൂടി നമുക്ക് എടുക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതും കൂടെ നമ്മൾ ഉടനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് SCRT പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്